വലിയൊരു മാസ്റ്റർ മൈൻഡ് ആണോ? ജീനിയസ് ആണോ? ജീനിയസ് ഒന്നുമല്ല. പിന്നെ നീ ഇത് പുറത്ത് നിന്റെ കൂട്ടുകാരോടെല്ലാം അന്വേഷിച്ചപ്പോ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്? നീ ഭയങ്കര ടറാന്നല്ലോ കേട്ടത്. ടറൊന്നുമില്ല. നീ തെറി വിളിക്കലുണ്ടോ? തെറി വിളിക്കും, ദേശീയ മാത്രമല്ല, അല്ലാണ്ട് വിളിക്കാറില്ല, വെറുതെ വിളിക്കാറില്ല. എന്തൊക്കെ തെറി വിളിക്കും നീ? അയ്യോ വിളിക്കണ്ട. തെറി ഞാൻ വിളിക്കാറില്ല. തെറി എനിക്ക് ഇഷ്ടമല്ല. തെറി ബാഡ് ബേഡാണ്. ബാഡ് ബേഡാണ്, മോശമാണ്. ആണോ? അപ്പൊ ശരിക്കും നിനക്ക് ബുദ്ധിയുണ്ട്? ബുദ്ധിയുണ്ടോ ചോദിച്ചാൽ ചെറുതായിട്ട്. നിന്റെ എന്താ ലക്ഷ്യം? എന്താണ് ലക്ഷ്യം? പല പല ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഏറ്റവും വലിയ ആഗ്രഹം എന്താ? ഏറ്റവും വലിയ ഫുട്ബോൾ. ഫുട്ബോളിക്കാരനാണ്. ആരെ പോലെ? റൊണാൾഡോനെ പോലെ? റൊണാൾഡോ, എംബാപ്പെ, വിനീഷ്യസ്. മെസ്സിയോ? മെസ്സി എനിക്ക് ഇഷ്ടമല്ല. അതെന്താ? ഹെയ്റ്ററാണ്. അതെന്താ മെസ്സിന് ഇഷ്ടമല്ലാതെ? ഈ താല്പര്യമില്ല അവനാ. എടാ അങ്ങനെ ഒരു സംഭവം കേട്ടോ, ഇവര് മെസ്സി ഹേറ്ററാണ് കേട്ടോ. ഭയങ്കര ഇപ്പൊ മെസ്സിനെ കുറിച്ച് പറയുമ്പോ ഫുൾ ഇതാവും. ഐശോ സ്പീഡിനെ കണ്ടിട്ടാ? പിന്നെ പണ്ടേ ഇഷ്ടമല്ല മെസ്സിനെ. ഐശോ സ്പീഡിന് ഇഷ്ടാ? ഐശോ സ്പീഡ് അടിപൊളിയല്ലേ? അപ്പൊ പിന്നെ നീ ഐശോ സ്പീഡ് ഫാൻ ആയിക്കൊണ്ട് മെസ്സിന് ഇഷ്ടമല്ലാത്ത? ഐശോ സ്പീഡ് ഫാനല്ല, റൊണാൾഡോ ഫാനാണ്. അതെ 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 അതെ. പബ്ജി കളിക്കും. പബ്ജി കളിക്കണം. മെൽവിൻ ഹൈലൈറ്റ്സ് നോക്കുന്ന. മെൽവിൻ ഹൈലൈറ്റ്സ് എന്താ? അതില് കുറച്ച് സീൻ ഉണ്ട്. എന്താ? അതിൽ ഒരു സാധനം കണ്ടാ നീ ചിരിച്ചിട്ട് കൊടലിതാവും. അല്ലേ മമ്മു? മെൽവിന്റെ ഹൈലൈറ്റ്സ്. അതിലൊരു സാധനം, ഒരു വെള്ളം ഇതിലേതാ? ഇങ്ങനെ അടിച്ചു വിടുമ്പോ കാണാ. ഫോൺ വാങ്ങി വെക്ക്. എന്താ ഡിലീറ്റ് ആക്കിയാ? ഇങ്ങോട്ടല്ല, അതിന് ഇങ്ങോട്ട് കൊണ്ടുവാ. നോക്കട്ടെ ഇവന് ഇത്രയും നമ്മളെ മുന്നിൽ അത്രയും പാവം വിനയ കുലീതനാണ്. എന്നിട്ട് ഇങ്ങോട്ട് ഫുൾ മാസം വീഴ്ച. നോക്കട്ടെ. ഇതിപ്പോ 21 വീക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ 21 വീക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ എന്താ? 2 വർഷം ആകുമ്പോ സീനാണ്. ആള് ഫുള്ള് വേറെ വൈബാന്നല്ല. അപ്പൊ നമ്മളെ മുന്നിലുള്ള വൈബല്ലേ ഇവന്? ബോംബ്, മറ്റേ പടക്കം പൊട്ടിക്കുന്ന. നീ കുടിക്കോ? പിന്നെന്താ? നീ കുടിയില്ലാന്ന് പറഞ്ഞ? നീ കുടിയില്ലാന്ന് പറഞ്ഞ? വല്ലപ്പോഴും ഒന്ന് പറഞ്ഞിട്ടില്ല. വല്ലപ്പോഴും മെൽവിനാ ഇതാണോ ചെറിയ കുടിയാ? ഇതോ? മെസ്സി ചാറ്റ് മൊത്തം മെസ്സി. നീ എന്താ ഇതെന്താ തവള പ്രസവിച്ചതാ? ഇതെന്താ തവള പ്രസവിച്ചതാ? എന്താണിത്? നമ്മള് പാമ്പ് വോയിസിന്റെ സ്ട്രീം ചെയ്യുമ്പോ ബാക്ക്ഗ്രൗണ്ടിൽ ഇവന്റെ പണി ഇതാ. കോസ്റ്റ്യൂം ഇട്ട് ഫോട്ടോ എടുക്കാം. വീട്ടിൽ പോയി അത് ഇട്ടിട്ട് സെൽഫി എടുത്തിട്ട് തിരിച്ചു കൊടുത്ത്. ആഗ്രഹം ഉണ്ടല്ലേ? ഇതെന്താ ചാറ്റ് മൊത്തം മെസ്സി അർജന്റീന?
കുര്യ നീയാ നിനക്കെതിരെയാന്നാ വരുന്നത്. നീ മെസ്സിന് ഇഷ്ടമല്ലാന്ന് പറഞ്ഞോണ്ടാവും. എന്റെ ഇഷ്ടമല്ലേന്ന് ഇത് കുര്യന് സ്റ്റാൻഡിലും വന്നു. ഇതാ എന്റെ പേഴ്സണൽ കാര്യമല്ലേ ഞാൻ പറഞ്ഞ. ഇവ അഭിനയിക്കുന്ന ഇവ ശരിക്കും മണ്ടനായിട്ട് അഭിനയിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പൊ ഇവ ശരിക്കും അഭിനയിക്കുന്ന. അപ്പൊ നീ നമ്മളൊന്നും അറിയാണ്ട് നീ വലിയൊരു അധോലോക നായകനാ. ബാക്ക്ഗ്രൗണ്ടിൽ ഒരാൾ മണ്ടരാന്ന് പറയോ? അറിയില്ല. എങ്ങനെയാ അതിന്റെ രീതി എങ്ങനെയാ? ഇല്ല പറയൂല. അല്ല ഞാൻ മുന്നേ മണ്ടനെ പോലെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ മണ്ടനാന്ന് പറഞ്ഞില്ല. ആ അങ്ങനെയാ. പക്ഷെ അന്ന് എനിക്ക് ശരിക്കും കുറച്ച് മണ്ടത്തിനുണ്ടായിരുന്നു. പക്ഷെ അതെങ്ങനെ മനസ്സിലാവും? ഇവന്റെ എങ്ങനെ മനസ്സിലാവും? പക്ഷെ അത് സത്യമല്ലേ, അതുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ പറ്റൂല. ചാറ്റില് വാറ് അർജന്റീന വേഴ്സസ് പോർച്ചുഗൽ വാറ്. ക്രിസ്ത്യാനോ റൊണാൾഡോ ബ്രോ ഞാൻ ഇത്രയും സമയമായിട്ട് മെസ്സി വലിയാള് റൊണാൾഡോ ചെറിയ ആളെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറയാത്തതിന്റെ കാരണം രണ്ട് പ്ലേയേഴ്സിന് അതിന്റേതായ റെസ്പെക്ട് നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്. സംഭവം പറഞ്ഞു. അങ്ങനെ ഒരു വാറിട വേണ്ട. അത് വേണ്ട. രണ്ട് പ്ലേയേഴ്സിനും അവരുടേതായ റെസ്പെക്ട്. റൊണാൾഡോക്ക് ഇല്ലാത്തൊരു സാധനമില്ല. പൈസ, ബോഡി, ഫോളോവേഴ്സ്, ഗേൾഫ്രണ്ട്, ഫുട്ബോൾ കളി, പക്ഷെ മെസ്സി അങ്ങനല്ല. ഇത് പറയണമെന്നില്ല. ഇത് ശരിക്കും അങ്ങനല്ല. വേൾഡ് കപ്പ് എടുത്തു വിചാരിച്ചിട്ട് വലിയ സംഭവം. വേൾഡ് കപ്പ് എന്നോട് അൾട്ടിമേറ്റ്. മതിയടാ കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ ആക്കല്ല. നിർത്തേ എടാ മതിയാക്കടാ. വാറ് നിർത്ത്. നമുക്ക് ഡിസ്കോഡ് റിയാക്ട് എന്താന്ന് ആയാലത് കാണാനെന്തോ പോലെ അല്ല വെയിലത്ത് അഭിനയിച്ചിട്ട് വരുമല്ലോ. പക്ഷെ എന്തോ പൊരിച്ചെടുത്ത പോലെ ഇവനെ കാണാൻ. മമ്മു നേരത്തെ കോഴിക്കോട്ടെ പോലെ ആയിരുന്നു, ഇപ്പൊ ഉണ്ടപ്പുരി അച്ഛന് കോമഡി ഒന്നും ഇപ്പൊ പഴയ പോലെ ഏശൊന്നുമില്ല. നേരത്തെ ഉണ്ടമ്പുരി പോലെ അല്ലായിരുന്നു, നേരത്തെ കോഴിക്കോട്ടെ പോലെ ആയിരുന്നു, ഇപ്പൊ ഉണ്ടമ്പുരി പോലെ ആണോ നീ? ഇതെന്താ എന്തൊരു കീരിക്കുഞ്ഞാന്നിത്. ഇത് എലിയല്ല, ചിഹ്നം മാറ്റി കീരിന്റെ ചിഹ്നം കൊടുക്കണം. ഇതെന്തൊരു അല്ല എന്തൊരു ക്രിഞ്ചാതി മാസം അടിക്കാതെ നോക്കുന്ന കണ്ണടയിൽ ഇട്ടിട്ട് അല്ലാതെ അടിച്ചു പോവുക. നീ വൈറലാവാൻ വേണ്ടി കഷ്ടപ്പെടുന്നല്ലേ ശരിക്കും? അല്ല അതാ സംഭവം വൈറലാവാൻ വേണ്ടി എന്തെല്ലോ ട്രൈ ചെയ്യുന്ന ഇവൻ. അതാ സംഭവം. അലിൻ ജോസ് വെറും പൊട്ടൻ തന്നെയാണ്. അപ്പൊ നീയോ? ഒരു ബുദ്ധിയാണില്ല. അതായത് ഐഡി ചെറിയ ഉണ്ട് ഇടാ. സന്തോഷം സിനിമ ചെയ്യില്ല. എന്ത് സിനിമ ചെയ്തിരിക്കുന്നത് വരാ? യൂണിവേഴ്സ് നിങ്ങളെ യൂണിവേഴ്സടാ. നീ ആറട്ടണ്ണൻ, മനോജ് അണ്ണൻ. അല്ല മനോജ് കിംബോയ് മനോജും ഇല്ല. കിംബോയ് മനോജ് കുറച്ച് മുകളിലാണ്. നിങ്ങളാണ് മെയിൻ അതിലേത്. നിങ്ങളെ യൂണിവേഴ്സ് പോയടാ. അവന് മെസ്സി വേഴ്സസ് റൊണാൾഡോ പോളിടാ. എന്നിട്ട് അടി നടത്താം. അടി കൊല കുണ്ടില് മുളക് വെച്ചോടല് ഇവർക്ക്. സൂപ്പർ ചാറ്റ് എത്തുന്നത് അതിന്റെ മോനെ നീയാണോ എന്നെ ഇവിടെ അടങ്ങാറാക്കുന്ന പ്രധാന ദ്രോഹി? ഇങ്ങനെ കുറെ എണ്ണുണ്ട്. അതിന്റെ മെയിൻ ആളാ നീ അലിമോൻ ബി പി. ഇവനാന്ന് തോന്നുന്ന ആള് ഈ പന്നി. ഇതെല്ലാം ആരാണിത്? ഏതാണ് അലിമോനാ? ഇത് അലിമോൻ ഇട്ട് എഡിറ്റാന്ന് തോന്നട്ടാ. ഇത് ഉമ്മാന്റെ ഫോണ് കട്ടിട്ടാണ് സൂപ്പർ ചാറ്റ്. ഞാൻ പറഞ്ഞത് ഇതിനെ കുറിച്ച് പറയാനാണ് ഞങ്ങൾക്ക് തീരൂല. നീ ഒഴിവാക്കി വിട്. പിന്നെ അല്ല
സൈക്കോ അല്ലേ, ഒരു മാനസിക. ഓ ഇതെന്താ സംഭവം എന്താ? അസ്പാക്കിന്റെ എഡിറ്റെല്ലാം ഇറങ്ങി. അതാ ചാറ്റില് മറ്റേ എലിന്റെ സിമ്പിൾ വരുന്ന. എലിയല്ല, ഗീരി വെച്ചോ, ഗീരി. ഗീരി അല്ല, എലി അവനക്ക് കിട്ടിയ സിമ്പിൾ അത്, എലി മാറ്റാൻ പറ്റില്ല. പോൾ 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 ഇടണോ? ഓക്കെ, എന്തായാലും ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവര് പോളിന് തൊട്ട് സ്പാം ഇപ്പൊ എന്ത് ചെയ്യാനാ? ഇത് GTA എന്റെ ലുക്കല്ലേ? പോൾ ഇടണോ? മനാൻസിനെ കുറിച്ച് പാടി, അപ്പൊ നമ്മളെ ഫ്രണ്ട്സിന്റെ തൊപ്പിനെ കുറിച്ച് കൂടി പാടാൻ പറയുന്നത്, പിന്നെ പാടിക്കുന്നത് ശരിയല്ലല്ലോ. വന്ന് കേരള ജനതയുടെ മനസ്സിൽ കയറിയ മുത്താരാണ്, അത് തൊപ്പിയാണ്. ആദ്യം ഫുള്ള് തൊപ്പിക്ക് വെയിറ്റേഴ്സാണ് ഉള്ളതെങ്കിലും ഇപ്പൊ ഫുള്ള് ഫ്രണ്ട്സ് ആണല്ലോ. ആദ്യം ചെക്കനലമ്പാണെങ്കിലും ഇപ്പൊ ഡീസന്റ് ആണ്. ആരൊക്കെ വന്നാലും പോയാലും സ്ട്രീമിങ്ങിൽ ഇവന് പകരമാകില്ല. ക്കാൻ മാത്രം അറിയുന്നവനാ തൊപ്പിയൊരു സംഭവം. കേക്കട്ടെ എന്താ ലാസ്റ്റ് വരെ പുലിയാണല്ലോ തലവേര. എലക്ഷൻ സോങ് പോലെ തലവേദന. ഇത് ശരിക്കും എന്താ പറഞ്ഞത്? തലവേദന. എല്ലാരും ഇത് എലക്ഷൻ ഇതുപോലെ ആവട്ടെ, എലക്ഷൻ സോങ് പോലെ ആവട്ടെ. ഇതൊക്കെ പാടിയത് പോളെന്ന് പറഞ്ഞാൽ എന്നെ ഇടങ്ങാറാക്കുന്നുണ്ട്. ഇത് ചാറ്റ് മൊത്തം പോള്. ഇത് എന്തെന്നാ ഇത് ഇട്ട് കൊടുക്ക, വേറെന്ത് ചെയ്യാൻ? മെസ്സി എന്താന്ന് വെച്ചാ ബോൾ ഇട്ടിട്ട് എന്താന്ന് വെച്ചാ ഞാൻ 50-50. അത് എന്തൊരു ഇതാലാ എന്റെ മോനെ. നിനക്ക് 5000 ആൾക്കാരെ വോട്ട് ചെയ്തിട്ടുള്ളൂ. എല്ലാരും വോട്ട് ചെയ്തിട്ട് എല്ലാരും വോട്ട് ചെയ്തിട്ട്. എത്ര ആള് കാണുന്നത്? എത്ര ആള് കാണുന്ന ലൈവ്? ലൈവ് എത്ര ആള് കാണുന്ന? അതിപ്പുറത്ത് ഫുൾ സ്ക്രീൻ ഇട്ടാലോ. 13,500 ആൾക്കാരുണ്ട്. എല്ലാരും വോട്ട് ചെയ്യുന്നുണ്ട്. എല്ലാരും വോട്ട്. കമാ നെയ്മർ എടാ, നെയ്മർ നമ്മള് ഡിബേറ്റിൽ വന്നില്ല. നെയ്മർ കൂടി വന്നില്ലെങ്കിൽ സ്പ്ലിറ്റ് ആവും, വോട്ട് സ്പ്ലിറ്റ് ആവും. മെസ്സിന്റെ വോട്ട് നേരെ സ്പ്ലിറ്റ് 25%. എംബാപ്പേന്ന് വെച്ചാ റൊണാൾഡോന്റെ നേരെ 50% എംബാപ്പയ്ക്ക് പോകും. എല്ലാരും വോട്ട് ചെയ്യും. കമാൺ. അതെങ്ങനെ അങ്ങനെ നിക്കുന്നല്ല? അത്രയും കറക്റ്റ് ആൾക്കാർ ഈ ഇപ്പൊ എത്ര ആള് 9,300 ആൾക്കാർ വോട്ട് ചെയ്തതിൽ കറക്റ്റ് 50% ആൾക്കാർ എങ്ങനെ അത് നിർത്തിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഭയങ്കര ഒരു അത്ഭുതം തന്നെ അല്ലേ? എന്റെ മോനെ നോക്ക, റൊണാൾഡോ നല്ല കളിക്കാരൻ തന്നെ. പക്ഷെ മെസ്സിക്ക് വേൾഡ് കപ്പ് ഉണ്ടെന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക, അത്രേ പറയുള്ളൂ. അത് വിട്ടു അതിനെ കുറിച്ച് സംസാരിക്കണ്ട, അത് വിട്ടു. ജസ്റ്റ് പറഞ്ഞതേ വേൾഡ് കപ്പ് ഉണ്ടാ നമുക്കങ്ങനെ അത് ഇടക്കിടക്ക് പറയുന്നത് ഇഷ്ടമല്ല. ലോകം മൊത്തം ഇപ്പൊ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ലോകകപ്പിലല്ല മൊത്തം കാര്യമുള്ളത്. ഫോളോവേഴ്സും ഗേൾ ഫ്രണ്ടും 14,000 ആൾക്കാരാണ്. പക്ഷെ 10,000 ആളെ വോട്ട് ചെയ്തിട്ടുള്ളൂ. എനിക്കൊന്ന് ബാക്കി 4,000 ആൾക്കാരും കൂടി വോട്ട് ചെയ്താൽ നമുക്ക് ഒരു പ്രോപ്പർ റിസൾട്ട് കിട്ടും. ഇല്ല, അങ്ങനെ ഫുൾ ആൾക്കാർ ഒരിക്കലും വോട്ട് ചെയ്യില്ലടാ. ഒരു 30% ആൾക്കാർ വോട്ട് ചെയ്യൂല. അങ്ങനെ ഉണ്ട്. പോൾ എത്ര എന്ത് പോൾ ഇട്ടാലും ഒരു 30% ആൾക്കാർ ഒന്നും ചെയ്യൂല. നോൺ ആക്റ്റീവ് വ്യൂവേഴ്സ് ഉണ്ടാവും. അവര് ചാറ്റിലും ടൈപ്പ് ചെയ്യൂല, അവര് പോൾ ഇട്ടാലും വോട്ട് ചെയ്യൂല, അവരൊന്നും ചെയ്യില്ല. അവര് എന്ന് പറഞ്ഞാൽ